പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും. പരിശുദ്ധ പരമപിതാവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും. പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും. എൻ്റെ പേര് സതീഷ്, മാമോദിസ നെയിം ജോസഫ്. ഞാൻ പാലക്കാട് നിന്ന് വരികയാണ്. എനിക്ക് ചെറുതായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു, സോറിയാസിസ് ആയിരുന്നു. അപ്പോൾ അത് പല ഡോക്ടർമാരുടെ അടുത്ത് പോയി, ആയുർവേദത്തിൽ പോയി, അലോപ്പതി പോയി. അവർ പറഞ്ഞു കുറച്ച് കാലം മാറും, അത് കഴിഞ്ഞ് വീണ്ടും വരും, ഇതിന് പൂർണ്ണമായിട്ടൊരു മരുന്ന് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ വെൽഫിഷറും എൻ്റെ വഴികാട്ടിയുമായ 2 പേര്, അവർ സൗദി അറേബ്യയിലാണ് ഉള്ളത്, അവരെനിക്ക് കൃപാസനത്തിലെ കുറച്ച് സാക്ഷ്യങ്ങൾ എടുത്തിട്ട് തന്നു. അപ്പോൾ ആ സാക്ഷ്യങ്ങൾ കേട്ട് ഇങ്ങനെ 2-3 ദിവസം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഉച്ച സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ അങ്ങനെ പകൽ ഉറങ്ങാറില്ല, എൻ്റെ വർക്ക് അങ്ങനത്തെയാണ്. ഒരു ദിവസം അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ തലയിൽ വന്നിങ്ങനെ തലോടുന്ന പോലെ എനിക്കൊരു ഫീല് കിട്ടി. അപ്പോൾ ഇതെനിക്ക് ആരാണെന്നറിയില്ല, എനിക്ക് ഈ വിശ്വാസത്തെക്കുറിച്ച് എന്താണെന്നറിയില്ല, ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് എനിക്ക് ABCD അറിയില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇത് ആരായിരിക്കും എൻ്റെ തലയിൽ വന്നിങ്ങനെ ഒരു തലോട് വന്ന്. പെട്ടെന്ന് എനിക്കൊരു ഇങ്ങനെ പെട്ടെന്ന് നെട്ടി ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് ഒരു രൂപമാണ്. പക്ഷേ അത് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് തോന്നി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. അതായത് 2022 മാർച്ച് 24-ാം തീയതി കൃപാസനത്തിൽ വന്ന് ഇതിനകത്ത് കയറി നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ തലയിൽ തലോടിയത് ആരാണെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ കാണുന്നത്, അയ്യോ അമ്മയായിരുന്നു അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. വന്നു, ഞാൻ ഉടമ്പടി എടുത്ത് നല്ല രീതിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസത്തിലേക്ക് കൂടുതൽ അങ്ങോട്ട് കർത്താവ് എന്നെ നയിക്കുന്നത് പോലൊരു ഫീല്. കാരണം എനിക്ക് പ്രാർത്ഥന, ബൈബിള് വായന, കൂദാശകൾ പറഞ്ഞാൽ നമ്മൾ കുർബാന മാത്രമേ കൂടാനേ പറ്റുള്ളൂ, സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, എൻ്റെ പരിശുദ്ധ കർത്താവിൻ്റെ തിരുശരീരമാകുന്ന അപ്പവും രക്തമാകുന്ന ആ ഒരു പാനീയവും എനിക്ക് അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു ചിന്ത എന്നിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 1 വർഷവും 3 മാസവും തികഞ്ഞു. എൻ്റെ ശരീരത്തിൽ സോറിയാസിസ് എന്നൊരു രോഗത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. ഞാൻ ഇതിൻ്റെ നേരത്തെയുള്ള ആ ഫോട്ടോസ് ഞാനിതിൽ കൊടുക്കാം. ഇപ്പം എൻ്റെ ശരീരത ഈ അവസ്ഥ. പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ നേരത്തെ. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. എനിക്ക് ഈ മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കാനൊന്നും അത്ര അറിയില്ല, അതുകൊണ്ട് അത്ര വൈബ്രേറ്റ് ആകുന്നത്. കർത്താവെ ക്ഷമിക്കണം. അപ്പം ഇത് ഇങ്ങനെയുള്ളപ്പോൾ 1 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഈ ഒരു അവസ്ഥയിലേക്ക് മാറി. എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോകെ എനിക്ക് അമ്മയുടെ സാന്നിധ്യവും അതുപോലെ സ്വപ്നത്തിൽ അമ്മയുടെ ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങി, എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട്. ഈ വലിയ പെരുന്നാളിൻ്റെ മുമ്പായിട്ട് ഞാൻ മാമോദിസ മുങ്ങി ജോസഫ് എന്ന നാമകരണം എടുത്ത് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ആ വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മ മാതാവ് എളിമയും സ്നേഹവുമുള്ള അമ്മയാണ്, കരുതലിൻ്റെ അമ്മയാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മയാണ്. അതുപോലെ നമ്മുടെ തമ്പുരാൻ ജീവിക്കുന്ന ദൈവമാണ്, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ചെറിയൊരു സാക്ഷ്യം എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല. കൃപാസനത്തിൽ ഞാൻ അതിനുശേഷം പലാവർത്തി വന്നു, അച്ഛനെ കാണാൻ പലാവർത്തി ശ്രമിച്ചു. പക്ഷേ ചില സമയം വരുമ്പോൾ ഉടമ്പടി എടുത്ത ബുക്ക് കൊണ്ടുവരില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കാൻ എൻ്റെ അമ്മ നല്ല രീതിക്ക് സഹായിച്ചു, സാക്ഷ്യം പറയാൻ സഹായിച്ചു. കോടാനുകോടി നന്ദി പറയുന്നു കൃപാസനത്തിലെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ പരമപിതാവിനും എൻ്റെ അപ്പനും ഞാൻ നന്ദി പറയുന്നു. നന്ദി, സ്തുതി, സ്തോത്രം.